ആ പറഞ്ഞോ. അസ്സലാമു അലൈക്കും. ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട് മലപ്പുറത്തുള്ള കുറച്ച് ഇത്താത്തമാര് പത്തിരി വരക്കണേ, ന്യൂ ജനറേഷൻ പത്തിരി എന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ കണ്ടാണ് ഫേസ്ബുക്കിൽ. അത് ഒരു പത്തിരി, നമ്മൾ ഒരു ട്രിപ്പിൽ 50 പത്തിരി, അതാണ് ന്യൂ ജനറേഷൻ. അത് കണ്ടിട്ടില്ലല്ലോ? ഞാൻ കണ്ടോളൂ. മാവെടുത്ത് വെച്ച് കൂട്ടിയിട്ട് നമ്മൾ ഒരു ട്രിപ്പില് 50 പത്തിരി ഉണ്ടാക്കും, അല്ലാതെ ഒരു പത്തിരി അല്ല, 50 പത്തിരി. ഇതാണ് ന്യൂ ജനറേഷൻ പത്തിരി. നിങ്ങൾ ഓരോന്ന് പരത്തി നോമ്പ് ഇറക്കാനാകുമ്പത്തിനും പത്തിരി ആവില്ല. ഇതാണ് പത്തിരി. നല്ല നൈസായിട്ട് നല്ല നൈസ് പത്തിരി. ഇതിനാണ് പത്തിരി എന്ന് പറയാം. ഇത് മലപ്പുറത്തേര് കണ്ടുക്കണോ അറിയില്ല. ഇതാണ് പത്തിരി, നൈസ് പത്തിരി. നോമ്പറക്കുമ്പോൾ നല്ല ബീഫ് കറിയും കൂട്ടിയിട്ട് നന്നായിട്ട് കഴിച്ചാല് പിന്നെ പിറ്റേ ദിവസത്തേക്ക് നോക്കിയാൽ മതി. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ പത്തിരി പണി? കണ്ടുക്കണ? ഇത് കണ്ട് പഠിച്ചോളി, വലിയ നേരം കളയണ്ട. നല്ല നൈസ് പത്തിരിയാണ്. അതാ നോക്കി, നമ്മുടെ നാട്ടിൽ അതേ അരിപ്പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അതേ പത്തിരി. ഇതിന് നല്ല മാർക്കറ്റാ നാട്ടില്. ഇതാണ് ന്യൂ ജനറേഷന്റെ പത്തിരി. ഒരു ട്രിപ്പില് 50 എണ്ണം പരത്തി ഉണ്ടാക്കാം. ഓരോന്നല്ല, 50 പത്തിരി. ഇത് പടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മക്കൊന്ന് വിളിച്ചോളി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരും. നിങ്ങൾ കൂട്ടുന്ന അതേ പൊടി കൊണ്ട് തന്നെയാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പത്തിരി പെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്.